ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും നിങ്ങളുടെ മധ്യേ ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം നൽകിയ ഈ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ കെയർസെല്ലിന് വന്നുകൂടുമ്പോൾ സുവിശേഷീകരണം എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ കൂടിയപ്പോൾ എന്താണ് സുവിശേഷീകരണം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു. കേൾവിക്കാർക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരു ആത്മസ്പർശനമല്ലേ, ഒരു ബോധ്യം കടന്നു വന്നവർ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിക്കുവാൻ ഇടയാകുന്ന വിധത്തിൽ നമ്മൾ വചനം പ്രസ്താവിക്കുന്നതിനെയാണ് നമ്മൾ സുവിശേഷീകരണം എന്ന് കണ്ടു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കൂടിയപ്പോൾ നമ്മൾ സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. കർത്താവ് കടന്നു വരുന്നതിന് മുമ്പും കർത്താവ് വന്നതിന് ശേഷവും പിന്നെ നമ്മുടെ നിത്യമായ പ്രത്യാശയം എന്താണെന്നുള്ള ഈ 3 ഘടകങ്ങൾ നമുക്ക് ഏത് സംഭാഷണത്തിലും മറ്റുള്ളവരോട് പങ്കുവെച്ച് അവർക്ക് സുവിശേഷത്തിൻ്റെ ഒരു മർമ്മം കൈമാറാനുള്ള ഒരു ചെറിയൊരു ധ്യാനവും നമ്മൾ ചെയ്തായിരുന്നു. ഇനിയുള്ള ഭാഗങ്ങളിൽ എന്ത് ചിന്തിക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഇന്ന് നമ്മൾ ഈ സുവിശേഷീകരണം ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാവേണ്ട ചില ഗുണങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. അത് കഴിഞ്ഞ് അടുത്ത ഭാഗങ്ങളൊക്കെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ സുവിശേഷീകരണം എന്തുകൊണ്ട് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, അല്ലെ, അർജൻസി ഉള്ളൊരു പ്രവൃത്തിയാണ് ഈ സുവിശേഷീകരണം എന്ന് പറയുന്നത്. നമുക്ക് നാളെ നീളെ വെക്കാൻ അധികമൊന്നും സ്വാതന്ത്ര്യമില്ലാത്തൊരു ശുശ്രൂഷയാണിത്. മറ്റു പലതിനും നമുക്ക് പിന്നെ സമയമെടുക്കാം, അല്ലേ. പക്ഷേ ഇതങ്ങനല്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പറയാൻ പോകുന്ന വ്യക്തികൾ ചിലപ്പോൾ നാളെ കാണണമെന്നില്ല, അല്ലേ. നാളെ കാണണമെന്നില്ലെന്ന് മാത്രമല്ല, അവർ പോകുന്നത് എങ്ങോട്ടാണ്? നിത്യനാശത്തിലേക്കാണ്. അത് വേറെ എപ്പോഴെങ്കിലും ആവാം അതിനെക്കുറിച്ച്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അല്ലേ. നിങ്ങൾക്ക് എത്ര പേര് നരകത്തെക്കുറിച്ച് പ്രസംഗം കണ്ടിട്ടുണ്ട്, അല്ലേ? വല്ലപ്പോഴുമൊക്കെ നമ്മുടെ പ്രസംഗത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കും. പക്ഷേ ഒരു ബൈബിൾ സ്റ്റഡി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും നിത്യ നരകത്തെക്കുറിച്ച്? ഈ ചുമ്മാ ഈ കഥ പറച്ചിലല്ല, ശരിക്കും പറഞ്ഞത്. അത് നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയം വരും. നമ്മളെക്കുറിച്ചല്ല, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ഭയവും വേണ്ട. പക്ഷെ നമുക്കൊരു ഭയം വരും, ഇതാണല്ലോ ലോകം കടന്നു പോകാൻ പോകുന്നതെന്നുള്ളത്, അല്ലേ. രണ്ടാമത് നമുക്ക് രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് യഥാർത്ഥ ഭാരം കടന്നു വരും. ഒരു അടിയന്തരമായിട്ട് ഞാൻ അവരോട് ശുശ്രൂഷിക്കണം എന്നുള്ളൊരു ബാധ്യത നമുക്ക് മനസ്സിൽ കടന്നു വരും, അല്ലേ. അതില്ലാത്തപ്പോഴാണ് നമ്മൾ ഈ സുവിശേഷീകരണത്തിൽ ഒരു തീക്ഷ്ണതയില്ലാത്തവരായി പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഒരു ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ സുവിശേഷീകരണത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടാകേണ്ട ചില ഗുണങ്ങളെക്കുറിച്ചാണ്. അതിനെ ചിന്തിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 സുവിശേഷങ്ങളുടെയും അവസാനം കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ചിന്തിച്ച് നീങ്ങാൻ പോവുകയാണ്. അത് ഓരോന്നിലും കാതലായ ഒരു സത്യം നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു നല്ലൊരു ചിത്രവും തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് കടക്കാം. മത്തായി 28ൻ്റെ അവസാനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു. മഹാനിയോഗമാണ്, അല്ലേ. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായിട്ട് താൻ തൻ്റെ നേതാക്കൾക്ക്, അല്ലെങ്കിൽ സഭാ നേതാക്കൾക്ക്, അല്ലെങ്കിൽ സഭയ്ക്ക് കൊടുത്തേച്ചു പോയ നിയോഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ. ഗ്രേറ്റ് കമ്മീഷൻ. അപ്പോൾ നമുക്ക് ആ നിയോഗം ഒന്ന് വായിക്കാം. 19ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കൽപ്പനയേ ഉള്ളൂ, ശിഷ്യരാക്കി കൊള്ളുവീൻ. അപ്പോൾ ശിഷ്യത്വ ശുശ്രൂഷയാണ് ഈ മഹാനിയോഗം എന്ന് പറയുന്ന വേദഭാഗത്തിൽ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം, അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഉത്തരവാദിത്തമൊക്കെ പല പ്രാവശ്യം പ്രസംഗം കണ്ടെങ്കിലും ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മഹാനിയോഗത്തിൽ നീങ്ങുന്ന വ്യക്തിക്ക് ഉണ്ടാവേണ്ട സ്വഭാവ സവിശേഷതകൾ, അല്ലേ. അതിവിടെ തന്നെ നമുക്ക് പലതും കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ കാര്യമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടോ, എന്നാലേ നമുക്ക് സുവിശേഷീകരണം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുവാനും അതിലൂടെ ഫലപ്രാപ്തി കാണാനും കഴിയുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് മഹാനിയോഗം പഠിക്കുകയല്ല, മഹാനിയോഗം പാലിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്, അല്ലേ. ആ ചിത്രവുമായിട്ട് തട്ടിച്ചു നോക്കണം, ഞാൻ അങ്ങനൊരു വ്യക്തിയാണോ, അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, സകല ജാതികളെയും
ഉപദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ഈ മഹാനിയോഗം പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ നിയോഗം എന്തുവാ ജീവിതത്തിൽ? നിയോഗം എന്നുള്ള വാക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറുമില്ല അല്ലേ? നിയോഗം, മീറ്റിങ്ങിന് വരാനൊരു നിയോഗം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് മനസ്സിലാവും അല്ലേ? പക്ഷേ ജീവിതത്തിൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൻ്റെ മിഷൻ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലേ? ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തുവാ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള തത്വചിന്താപരമായ ചോദ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത് എന്തുവാ എന്നാ ചോദിച്ചതില്ല. അല്ല, ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം തത്വചിന്താപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയും, അല്ലെങ്കിൽ നമ്മൾ വചനം കോട്ട് ചെയ്ത് പറയും. അതല്ല ചോദ്യം. യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ജീവിതം ആരെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഒപ്പിവെച്ചാൽ ആർക്കെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുമോ? ഇയാളുടെ ജീവിതത്തിൻ്റെ നിയോഗമാണ് മത്തായി 28 പറഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അല്ലേ? അങ്ങനെ പറയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. സകലരെ ശിഷ്യരാക്കുവാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലേ? അത് വലിയൊരു ചോദ്യമാണ്. നമ്മളെല്ലാം പല രീതിയിൽ സഭയുടെ ഈ നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് പലതും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ കാര്യം പറയണം. നമ്മൾ ഈ ശുശ്രൂഷയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ മുറിയിൽ നിന്ന് ഇരിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ ഇതുപോലെ ഒരുമിച്ചിരിക്കത്തില്ല. ചിലർക്കൊക്കെ ഫ്രണ്ട്ഷിപ്പും ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാന്നൊക്കെ പറയാമെങ്കിലും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് അല്ലേ? നമ്മളിങ്ങനെ ഒന്നിച്ച് വരാനുള്ള കാരണം മഹാനിയോഗമാണ്. അപ്പോൾ മഹാനിയോഗവുമായിട്ട് ചേർന്ന് പോകുന്ന പ്രവൃത്തികളിൽ നമ്മളെല്ലാം ഏർപ്പെടുന്നുണ്ട്. ഈ സഭയെക്കുറിച്ച്, ഈ കൂട്ടത്തെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതല്ല ചോദ്യം. ചോദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ എല്ലാ കാര്യവും ചെയ്യുന്നത് ഈ ഒരൊറ്റ ഉദ്ദേശം ചെയ്തെടുക്കാൻ, എന്താണ്? സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ അല്ലേ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്തുവാ ഈ ശിഷ്യരാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അതവിടെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് അല്ലേ? അപ്പോൾ ശിഷ്യരാക്കുകയാണ് കൽപ്പന. പക്ഷെ അത് ചെയ്യാൻ താഴോട്ട് 3 കാലുകൾ അല്ലേ? ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില സ്റ്റൂള് കാണും, 3 കാലേ കാണത്തുള്ളൂ അല്ലേ? ഇവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ അല്ലേ? എന്ന് പറഞ്ഞ പോലെ സ്റ്റൂളിൻ്റെ മണ്ടയിലിരിക്കുന്ന ഭാഗമാണ് മഹാനിയോഗം. എല്ലാവരെയും ശിഷ്യരാക്കണം. പക്ഷെ അത് നിൽക്കുന്നത് 3 കാലിലാണ്. ഒന്നാമത്തെ കാലാണ് പുറപ്പെട്ട് പോകണം. അതിപ്പോൾ എവിടെ വേണേ അതെ, നിങ്ങൾ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തെ അയൽപ്പത്ത് വീട്ടിലേക്ക് പോകുന്നതാണ് പോവുക. അല്ലാതെ ഇവിടുന്ന് ആഫ്രിക്കയിൽ പോയാൽ മാത്രം പോരാ. തൊട്ടപ്പുറത്തെ വീട്ടിലെ അയൽക്കാരൻ തൊട്ട് തുടങ്ങണം. ചിലപ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിലുള്ള അപ്പനും അമ്മയും അടുത്തും പോകണം. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരോട് അതും പറയണം, തൊട്ടപ്പുറത്തെ മുറിയിലുള്ള പ്രായമായ അപ്പനും അമ്മയുടെ അടുത്തും പോകണം അല്ലേ? അപ്പോൾ എവിടെ ആയാലും ഒന്ന് പോയേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ മുറിയിൽ എൻ്റെ ജീവിതത്തിൽ ചുരുങ്ങിയാൽ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു സ്വയകേന്ദ്രീകൃത ജീവിതമല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ജീവിതമാണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പോകേണ്ടി വരുന്നത്. ഞാനുള്ളിടത്ത് ഞാനുണ്ടല്ലോ എപ്പോഴും. ഞാൻ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പോകുന്നത് എന്തിനാണ്? വേറുള്ളവർക്ക് വേണ്ടി അല്ലേ? അപ്പം മറ്റുള്ളവരെ എന്താ പറയുക, അനുഗ്രഹിക്കാൻ വേണ്ടി, സേവിക്കുവാൻ വേണ്ടി ഞാൻ പോവുകയാണ്. കർത്താവിൻ്റെ നിയോഗവും കൊണ്ട് പോകണം. പോയിട്ട് എന്ത് ചെയ്യണം? പിന്നെ പറഞ്ഞിരിക്കുന്ന സ്നാനം. അതപ്പോൾ നമ്മളാരും ചെയ്യാത്ത കാര്യമാണല്ലോ അല്ലേ? നമ്മളല്ലല്ലോ പാസ്റ്ററോ അല്ലെങ്കിൽ വല്ലോ ഉപദേശിയോ അല്ലെങ്കിൽ പള്ളിയിലച്ഛനോ വല്ലോ ആണ് സ്നാനപ്പെടുത്തുന്നത് അല്ലേ? എന്നാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇത് നമുക്കൊരർത്ഥം ഇല്ലാത്തൊരു കാലാണ്. ഈ കാല് വേണേൽ ഒടിച്ച് കളയാം ഈ സ്റ്റൂളിൽ നിന്ന് അല്ലേ? അത് പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന്. പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സഭ, നമ്മളൊക്കെ പോകുന്ന സഭകളുടെ ഒരു കുഴപ്പവും കൂടാണ് ഇത്. മനസ്സിലാക്കണം, ശിഷ്യത്വ ശുശ്രൂഷ കർത്താവ് എവിടെ ചെയ്യണമെന്ന് പറഞ്ഞ് സഭയ്ക്കകത്താണ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇതാണ് കർത്താവ് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത നിയോഗം. അപ്പോസ്തല പ്രവൃത്തികളിൽ പോകുമ്പോൾ നിങ്ങൾ എന്തുവാ കാണുന്നത്? അവിടെ ശിഷ്യത്വ ശുശ്രൂഷ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അവർ കണ്ടിടത്തെല്ലാം പോയി സഭ സ്ഥാപിച്ചു. നിങ്ങളോട് പറഞ്ഞ ശിഷ്യരെ ഉണ്ടാക്കാനല്ലേ സഭ സ്ഥാപിക്കാൻ പറഞ്ഞോ? അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലേ? എന്താണ് ബന്ധം? ശിഷ്യത്വ ശുശ്രൂഷ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ സഭ സ്ഥാപിച്ചു വേണോ അത് നിർവഹിക്കാൻ. ഇന്ന് പലപ്പോഴും പറ്റിയത് ഈ പാരാ ചർച്ച് മിനിസ്ട്രി എന്ന് പറയും, പോഷക സംഘടനകൾ അല്ലേ? എന്തെങ്കിലുമൊക്കെ പുറമേ ഉള്ള ശുശ്രൂഷ സംഘടനകൾ വന്നിട്ട് അവർ കിടന്ന് ശിഷ്യത്വ ശുശ്രൂഷ അല്ലെ? ഒരു സെമിനാരി ആയിരിക്കാം, ബൈബിൾ സ്കൂളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠന ഗ്രൂപ്പുകളായിരിക്കാം അല്ലേ? അതൊക്കെ കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിവ് പകർന്നു തരുമെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്ന ശിഷ്യത്വ ശുശ്രൂഷയുടെ പശ്ചാത്തലം സ്നാനപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയിലാണ്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ശിഷ്യത്വം നമ്മൾ പഠിക്കുന്നതോറും നമുക്കൊക്കെ അറിയാമല്ലോ, ശിഷ്യത്വത്തിൻ്റെ ഏറിയ പങ്കും എന്താണ്? അന്യോന്യമുള്ള ബന്ധത്തിലാണ്
അല്ലേ? അപ്പോൾ ഒരു ബന്ധവും ഇല്ല, ഞാൻ ഓൺലൈനിൽ കൂടെ അമേരിക്കയിലുള്ള ഒരു സെമിനാരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊരു ശിഷ്യത്വമായില്ല. ശിഷ്യത്വത്തിനൊരു ഇന്ധനമാകാം, എനിക്ക് കുറച്ച് അറിവൊക്കെ കിട്ടുന്നു, പക്ഷേ അന്യോന്യം പൊറുക്കുക, അന്യോന്യം ബഹുമാനിക്കുക. ഞാൻ അവിടെ ഈ കമ്പ്യൂട്ടറിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം കമ്പ്യൂട്ടറിനെ ബഹുമാനിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അല്ലേ? അപ്പം പരസ്പര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടായ്മയായിരിക്കണം. അല്ലാതെ ഞാൻ ഇന്ന് ഈ സഭയിൽ പോകും, നാളെ അപ്പുറത്തെ സഭയിൽ പോകും, അത് ബന്ധമല്ല, അല്ലേ? നീ ഏത് സഭയിൽ പോകുന്നു? ഞാൻ തിരുവനന്തപുരം സഭ എന്നെനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ലോക്കൽ ചർച്ച്, അല്ലേ, ഒരു പ്രാദേശിക സഭയിൽ പോകണം, അതിനൊരു ചിട്ടയുണ്ട്, അല്ലേ? അതിനകത്തൊരു പഴയ കാലത്തൊക്കെ അമ്മച്ചിമാർക്കൊക്കെ അറിയാം, അല്ലേ? നമുക്ക് സഭ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റാണ്. ഇന്ന് അങ്ങനെയല്ലേ, ഇന്ന് തിയേറ്ററിൽ പോകുന്നതല്ല, സിനിമ കാണാൻ പോകുന്നതല്ല, വരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഓൺലൈനിൽ കണ്ടോളാം, അല്ലേ? എന്തോ ഒരു ഷോയിന് വരുന്ന പോലെയാണ് നമ്മൾ. അങ്ങനല്ല, ഈ കൂട്ടം, ഈ സഭയോടെ, സഭ അറിയാലോ, കെട്ടിടമല്ല, സഭ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമാണ്. ഈ കൂട്ടായ്മയോടൊരു ബന്ധം വേണം. അപ്പോൾ സ്നാനപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയ്ക്കകത്താണ് ഈ ശിഷ്യത്വം സംഭവിക്കേണ്ടത്. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ശിഷ്യത്വം സംഭവിക്കാൻ, അല്ലേ? അപ്പോൾ ഞാൻ പോകണം, ഞാൻ പോയി കുറച്ച് പേരെ നേടിയിട്ട് അവരെ ഒരു കൂട്ടായ്മയാക്കണം. ഈ കൂട്ടായ്മയ്ക്കകത്താണ് ശിഷ്യത്വം നടക്കേണ്ടത്. പിന്നെ കാതലായ വിഷയം എന്ത് ചെയ്യണം? ഉപദേശിക്കണം. എന്നെപ്പോലെ ഇങ്ങനെ പ്രസംഗിക്കണം, അല്ലേ? എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പ്രസംഗിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കൽപ്പനകളും അങ്ങ് പ്രസംഗിക്കണമെന്നല്ല, എല്ലാ കൽപ്പനകളും എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിച്ച് അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രമാണിപ്പാൻ തക്കവണ്ണം. അത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? പല പ്രാവശ്യം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. കൽപ്പനകളൊക്കെ നമ്പർ ഇട്ട് അക്കം ഇട്ട് പഠിപ്പിക്കാനാണോ പാട്? 1-ാം കൽപ്പന, 2-ാം കൽപ്പന, 3-ാം കൽപ്പന, ഇങ്ങനെ അറിവ് കൊടുക്കാനല്ല. കൽപ്പന പ്രമാണിപ്പാൻ. എന്തോ അപ്പോൾ വ്യത്യാസം? ഇത് ട്രെയിനിങ്ങാണ്, പരിശീലിപ്പിക്കലാണ്. അല്ലാതെ അറിയാവോ, 391-ാമത്തെ കൽപ്പന ഇതാണ്, അറിഞ്ഞല്ലോ, പഠിച്ചല്ലോ, ഞാൻ നാളെ പരീക്ഷ ഇടും. അത് സൺഡേ സ്കൂളിൽ പരീക്ഷയൊക്കെ ഉണ്ട്, കാണാൻ പഠിച്ച് പറയണം, അല്ലേ? പിള്ളേരെ കൊണ്ട് നമ്മൾ വചനം പറയിപ്പിക്കും. അവർ പറഞ്ഞാൽ ഉടനെ അനുസരിച്ചോ? ഇല്ല. അപ്പോൾ അറിവല്ല ഇത് പരിശീലനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കൂട്ടായ്മ ബന്ധം വേണം. ഞാൻ ഇന്നൊരു സഭ, നാളെ വേറൊരു സഭയിലാണെങ്കിൽ അവർക്ക് അറിഞ്ഞൂടാ എനിക്ക് ക്ഷമിക്കാൻ മനസ്സില്ലെന്ന്. ഈ ബ്രദർ എന്ത് നല്ല ബ്രദറാന്നേ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. കൂട്ടായ്മ വന്നൊരു 3 മാസം കഴിയുമ്പോഴാണ് ഇയാൾ മുൻചുണ്ടിക്കാരനാണ്, ഇയാൾക്ക് ക്ഷമയൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലേ? അപ്പോൾ പരിശീലിപ്പിക്കുകയാണ്, വചനം പ്രമാണിപ്പാൻ പരിശീലനം. അതിനാണ് ഈ സഭയിലുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും. സഭയിലെ മൂപ്പന്മാരെന്തിനാണ്? സഭയിൽ എന്താണ് ശാസന വെച്ചിരിക്കുന്നത്, അല്ലേ? സഭയിൽ ശിക്ഷണം കൊടുക്കും, അല്ലേ? ഇതൊക്കെ എന്തിനാണ്? പ്രമാണിപ്പാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥകളാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പോകണം, പോയി ഒരു കൂട്ടത്തെ സഭയാക്കി ആ സഭാ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ എല്ലാ കൽപ്പനയും കേട്ടോ, അതും കൂടെ വേണം കേട്ടോ. അല്ലാതെ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക, പിന്നെ സ്വർഗത്തിൽ പോവുക. നമുക്ക് 4 കൽപ്പനയേ ഉള്ളൂ. പിന്നെ വേണേ സ്തോത്ര കാഴ്ച കൊടുക്കുക, അല്ലേ? പല സഭയിൽ ഈ 5 കൽപ്പന കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം അങ്ങ് കർത്താവ് ഒന്ന് വിളിച്ചാൽ എന്താ അങ്ങ് പോവാം എന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ എന്താ കർത്താവ് പറഞ്ഞില്ലേ? അല്ലേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും. നിങ്ങൾ ആരെങ്കിലും അത് പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ് കൽപ്പനകൾ? ഞാൻ നിങ്ങളോട് 4 സുവിശേഷം എടുത്തിട്ട് കൽപ്പനകളെല്ലാം മാർക്ക് ചെയ്യണം. അപ്പോൾ അറിയാം എത്ര കൽപ്പനയുണ്ടോ. നമ്മൾ പലപ്പോഴും അതുപോലും തുടങ്ങിയിട്ടില്ല, അല്ലേ? അപ്പോൾ കൽപ്പനകളൊക്കെ പഠിച്ച് അത് പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ഒരു കൂട്ടരെ മാത്രമാണോ? സകല ജാതികളെയും. അതായത് അവസരം നൽകുകയാണെങ്കിൽ ലോകമെമ്പാടും പോയി ഇത് ചെയ്യാൻ മനസ്സുള്ളൊരു കൂട്ടരായിരിക്കണം ഈ നിയോഗം നിർവഹിക്കുന്നവർ, അല്ലേ? അങ്ങനെയുള്ള വ്യക്തികളോടാണ് കർത്താവിൻ്റെ, നമ്മൾ പലപ്പോഴും ഈ വാക്യം അടർത്തി മാറ്റാറുണ്ട്. നോക്കുവീൻ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആരായി നിങ്ങൾ? നമ്മൾ പലപ്പോഴും ഇത് അടർത്തി മാറ്റിയിട്ട് മറ്റേ ചുവരിലൊക്കെ തൂക്കി ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന്. ആരായി നിങ്ങൾ? ആ നിങ്ങളും ഞങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ, അല്ലേ? നമ്മളാണോ ആ നിങ്ങൾ? ആരാണ് ഈ നിങ്ങൾ? ഈ ശിഷ്യത്വ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, നിയോഗം പേര് ജീവിക്കുന്നവർ, അല്ലേ? അതുകൊണ്ടാണ് അപ്പോൾ ആ നിങ്ങളാണോ നിങ്ങൾ, അല്ലേ? അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇതാണോ? പോവുക, ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുക, കൂട്ടായ്മയ്ക്കകത്തെ എല്ലാ സംഭവ വികാസങ്ങളിലൂടെ കുറച്ച് പേരെ ശിഷ്യത്വ ശുശ്രൂഷയിൽ വളർത്തി അവർ കൽപ്പനകളൊക്കെ പ്രമാണിക്കുവാൻ അന്യോന്യം സഹായിക്കുക. ഇതിനു വേണ്ടി ജീവിക്കാൻ ഈ കർത്താവ് എവിടെ അയച്ചാലും ലോകത്തിൻ്റെ അറ്റം വരെ പോകണമെങ്കിലും പോവാം. സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ അവസരം കിട്ടിയാൽ പോകാം. അപ്പം നമുക്ക് എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റത്തില്ല, അല്ലേ? പക്ഷെ ദൈവം അയച്ചാൽ പോകാൻ റെഡി,
അങ്ങനൊരു മനസ്സുള്ളവരാണെങ്കിൽ കർത്താവ് പറയാണ്, നിങ്ങളെ ഇനി ഏത് പടുകുഴി കൊണ്ടിട്ടാലും ഏത് ഓണം കയറാൻ മൂല കൊണ്ടിട്ടാലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ആദ്യകാല സഭ എങ്ങോട്ട് വെച്ചും പിടിക്കും. അല്ലേ, പഴയ കാലത്തൊന്നും ആളുകൾ അങ്ങനെ യാത്ര ചെയ്യത്തില്ല, ഒരുപാട് സ്ഥലത്തൊന്നും പോകത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറത്ത് ഒരു പരിചയമില്ല. ഇന്നാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവൽ, ഏത് കോണറിൽ പോകാനും ആർക്കും ഒരു പേടിയില്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഈ സ്ഥലമൊക്കെ വിട്ട് ഒരു പരിധിക്കപ്പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്രാജ്യം വിട്ട് വേറെ അത് ശത്രു സാമ്രാജ്യത്തിൽ നിന്ന് പോകാതെ അപകടം പിടിച്ച പണിയാണ്. അല്ലേ, നമ്മുടെ പഴയ എൻ്റെ അപ്പൂപ്പനൊന്നും ഒരു എനിക്ക് തോന്നുന്നു ഒരു ഡിസ്ട്രിക്റ്റിനപ്പുറം പോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൂപ്പൻ ഗ്രാമം വിട്ട് പോലും പോയി കാണത്തില്ല. അല്ലേ, അപ്പോഴാണ് ഈ ആദിമ സഭയിലുള്ളവർ എവിടെയൊക്കെ പോയി, എങ്ങോട്ട് വെച്ച് വിട്ടോ പിടിച്ച് പോയി, ഏത് ഭൂഖണ്ഡം വേണേൽ വെച്ച് പിടിച്ച് പോയി. ഇവിടെയും വന്നു ഒരുത്തൻ. അല്ലേ, എന്ത് ധൈര്യത്തിൽ. അല്ലേ, അപ്പോൾ അതെന്താ പോകാൻ കാരണം? ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, ഈ നിയോഗമാണ് എൻ്റെ നിയോഗം എന്ന് പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ഈ വാക്തത്വം കർത്താവുണ്ട്, നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാനും കൂടെ ഉണ്ടെന്ന്. നല്ല വാക്തത്വമല്ലേ, നീ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ പുറപ്പെടുക എന്ന് പറയുമ്പോൾ പുറപ്പെടുമ്പം ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെ ഉണ്ട്. അപ്പം നിയോഗത്തിന് വേണ്ടി ജീവിക്കുമ്പോഴുള്ള ഒരു ധൈര്യം അതാണ് നമുക്ക് വേറെ. അപ്പം നമ്മളിപ്പോൾ എന്തിനാ അഴൂർ പഞ്ചായത്തിൽ പോകുന്നത്? ഇതിനാണെങ്കിൽ അവിടെ ഇനി ആര് വേണേ വരട്ടെ, ഏത് പാർട്ടിക്കാരും വരട്ടെ, ഏത് കൊടിയുള്ളവൻ വരട്ടെ, മറ്റവൻ വരട്ടെ, ആരുണ്ട് കൂടെ? യേശു ഉണ്ട് കൂടെ. ആരാ യേശു? തൊട്ട് മുമ്പത്തെ വാക്യം കൂടെ വായിക്കണം. ആരാണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള ആൾ. ആഹാ, അല്ലേ, നമുക്കാണെങ്കിൽ കൂടെ ഒരു കോൺസ്റ്റബിളിനെ കിട്ടിയാൽ തന്നെ ധൈര്യമാണ്. അല്ലേ, തൊട്ടപ്പുറത്തെ അഴൂർ പഞ്ചായത്തിലെ ഒരു പോലീസുകാരൻ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുകയാണെങ്കിൽ കാക്കി കിട്ടി ഇങ്ങനെ കൂടെ നടക്കുകയാണ്, എസ്കോട്ട്. പേടിയുണ്ടോ? ഏത് വീട്ടിലും പോയി നമ്മൾ സുവിശേഷം പറയും, ഇങ്ങനെ മീശയൊക്കെ പിരിച്ചിരിപ്പുണ്ട്. അല്ലേ, അപ്പോഴാണ് പോലീസുകാരനല്ല, സകല, അല്ലേ, സ്വർഗത്തിലും ഭൂമിയിലും ഇനി എവിടെ കൊണ്ടോ അവിടെയുള്ള എല്ലാ അധികാരവും കിട്ടിയ രാജാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഓ, ധൈര്യം അല്ലേ. അതാണ് അന്നത്തെ കാലത്തുള്ളവർ എവിടെയെങ്കിലും വെച്ച് വിട്ടു പോയത്. കർത്താവ് എങ്ങോട്ട് അയക്കുന്നോ പോകും. അപ്പോൾ ഇതിനകത്തൊരു ചിത്രം കണ്ടോ, കടന്നു വരുന്ന കണ്ടോ? ഈ നിയോഗത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യും, കുടുംബം കാണും, പിള്ളേരെ വളർത്തും, മാതാപിതാക്കളെ നോക്കും, മറ്റു എല്ലാ കാര്യം ചെയ്യല്ല, നമ്മൾ സന്യാസികളല്ല. പക്ഷേ നിയോഗം, ജീവിത ഉദ്ദേശം, ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഉദ്ദേശമേ ഉള്ളൂ, കർത്താവിന് വേണ്ടി ശിഷ്യരെ ഉളവാക്കുക. അല്ലേ, വലിയൊരു ചോദ്യമാണ്. ഇത് തന്നെയാണോ നിങ്ങളുടെ നിയോഗം എന്നുള്ളത്? അല്ലേ, എൻ്റെ നിയോഗം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെന്ന് ഇതൊക്കെ പൂർണ്ണ സമയക്കാരോട് പറഞ്ഞാൽ പോരെ, എന്നെ പോലുള്ള ശുശ്രൂഷകന്മാരോട് പറഞ്ഞാൽ പോരെ എന്ന്. അല്ല, ഇത് കർത്താവ് ആർക്കാ കൊടുത്തത്? സഭയ്ക്ക് കൊടുത്ത നിയോഗം. നമ്മുടെ ശുശ്രൂഷകളിൽ വ്യത്യാസം കാണും. എല്ലാവരും പ്രസംഗിക്കത്തില്ലായിരിക്കും, എല്ലാവരും പാട്ട് പാടത്തില്ലായിരിക്കും, എല്ലാവരും സഭയിൽ മൂപ്പന്മാരാകത്തില്ലായിരിക്കും. അല്ലേ, എല്ലാവരും എല്ലാം ഒന്നും ചെയ്യത്തില്ലായിരിക്കും. നമുക്ക് പല ശുശ്രൂഷകളാണേലും ഒരു നിയോഗമേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അല്ലേ, അപ്പോൾ ഇത് ശുശ്രൂഷക്കാരനാണോ ശുശ്രൂഷക്കാരനല്ലേ എന്നുള്ള ചോദ്യമല്ല, അത് ശുശ്രൂഷയെക്കുറിച്ചല്ല ഈ ചോദിക്കുന്നത്. ഇത് നിയോഗം. നമ്മൾ എന്ത് ശുശ്രൂഷ വിളിയുള്ള ആളാണേലും നമ്മൾ പോയി ഒരു സഭാ കൂട്ടായ്മ ഉളവാക്കി ആ കൂട്ടായ്മ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്യോന്യം വചനം പ്രമാണിപ്പാൻ പരിശീലിപ്പിച്ച് ശിഷ്യത്വ ശുശ്രൂഷയെ മുന്നേറുന്ന ഒരു കൂട്ടമായിരിക്കും. എന്താണ് നമ്മുടെ വിളിയെങ്കിലും അത് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, മൂപ്പനല്ലാത്തവൻ കുറഞ്ഞവൻ അങ്ങനെയൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു ലക്ഷണം. മഹാനിയോഗമാണ് സ്വന്തം ജീവിതത്തിൻ്റെ നിയോഗം, വേറെ നിയോഗമൊന്നുമില്ല. അല്ലേ, ഇന്ന് പൊതുവേ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊതുവേ സഭയുടെ നിയോഗം, എൻ്റെ നിയോഗം എൻ്റെ സ്വന്തം സ്വപ്നമൊക്കെയാണ്. സ്വപ്ന സാക്ഷാത്കാരമാണ് നമ്മുടെയൊക്കെ നിയോഗം. അവിടാണ് തെറ്റിപ്പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെ കർത്താവ് കൂടെ വരണമെന്നൊന്നുമില്ല. കർത്താവ് കൂടെ വരണമെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗം തന്നെ നമ്മുടെയും നിയോഗമായിരിക്കണം. ഇതിനോട് ചേർന്ന് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കിടക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ നിയോഗത്തിന് പകരമുള്ള നിയോഗമൊന്നും അല്ല ഇത്. ആ നിയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പോയി സുവിശേഷം പ്രസംഗം. നേരത്തേൽ പോകുക എന്നേ മാത്രം പറഞ്ഞുള്ളൂ. പോയി കഴിഞ്ഞിട്ടുള്ള പിന്നെ അനന്തര ഫലങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ ശിഷ്യന്മാരാകും, സഭയാകും എന്നൊക്കെ. പക്ഷെ പോയി കഴിഞ്ഞിട്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ട ദൗത്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുവിശേഷം പ്രസംഗിപ്പിക്കണം.
അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ധർമ്മം, അല്ലേ, പോയി കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ കാതലായ കാര്യം സകല സൃഷ്ടിയോടും, അതായത് എനിക്കിഷ്ടമുള്ള 4, 3, 7 പേരോട് പറഞ്ഞാൽ പോരാ, അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ നിയോഗം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇത് നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് ഏറ്റവും അടുത്ത് പോകുന്ന ഒരു കാര്യമാണ്. സുവിശേഷീകരണം എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ബോധ്യം എല്ലാ വിശ്വാസികൾക്കൊന്നും ഇല്ല, അല്ലേ. നമുക്കുണ്ടോ? എനിക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സുവിശേഷീകരണം എൻ്റെ ഉത്തരവാദിത്തമാണ്. പല വിശ്വാസികൾക്കും ആ ഒരു ബോധ്യമില്ല. അത് ബ്രദർ ചെയ്യട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യട്ടെ, ആൻറ്റി ചെയ്യട്ടെ, അല്ലേ. സുവിശേഷീകരണമൊക്കെ നമ്മൾ ഏതാണ്ട് അഴിയുടെ മുഴുവൻ ആൻറ്റിയുടെ തല എഴുതി വെച്ചിട്ടുണ്ട്. ആൻറ്റി പോയി പിടിച്ചോണ്ട് പോകാം, നമ്മൾ പൊരിച്ച് മീനാക്കാം, അല്ലേ. അപ്പോൾ ചിലർക്ക് സുവിശേഷീകരണത്തിന് കൃപ കൂടുതലായിരിക്കും, അവരെ നമുക്ക് മുന്നിൽ നിർത്താം. പക്ഷേ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, അല്ലേ. ഇപ്പോൾ കൃപാവരം ഇല്ലാത്തവരെല്ലാം കയറി എല്ലാം ചെയ്യണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടോ, അല്ലേ. ഇപ്പോൾ റോമാലേഖനം 1 നമ്മൾ തിരിയുമ്പോൾ പൗലോസ് എന്താ പറഞ്ഞേ? അപ്പോൾ തിരിയാം, ഇനി നമ്മൾ ചോദിക്കുന്നില്ല, തിരിഞ്ഞ് നോക്കാം. റോമർ 1 കടന്നു വന്നേ, 13ഉം 14ഉം വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. കണ്ടിടത്തെല്ലാം പോയി ആളെ കൂട്ടി സഭ തുടങ്ങിയ ഒരു പുള്ളിക്ക് റോമ വേണേ പോണ്ടെന്ന് വെക്കാം. മാത്രമല്ല അവിടെ ഇതിനു മുമ്പേ പലരും പോയി സുവിശേഷമൊക്കെ പറഞ്ഞ അവിടെ ഒരു സഭ തന്നെ ഉണ്ട്, അല്ലേ. പക്ഷെ പുള്ളിയുടെ ആ ദാഹം കണ്ടോ, എനിക്ക് നിങ്ങളുടെ ഇടയിലും ബലം വേണം, ഞാൻ നിങ്ങളോടും കടക്കാരനായിരിക്കുന്നു. ആ ഭാഷ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? എൻ്റെ അയൽക്കാരനോട് ഞാൻ കടക്കാരനാണെന്ന്, അല്ലേ. എനിക്കറിയാവുന്ന രക്ഷിക്കപ്പെടാത്ത സുവിശേഷം അറിയാത്തവരോടെല്ലാം ഞാൻ ഒരു കടക്കാരനാണ്, എനിക്കെന്തോ ഒരു ബാധ്യതയുണ്ടെന്ന്. ആ ബാധ്യത നിർവഹിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്, അല്ലേ. കടക്കാരനാകുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കലും വന്ന് സുവിശേഷം അറിയിക്കാൻ ആക്കി. എന്നിട്ടാണ് പറയുന്നത് എനിക്ക് സുവിശേഷത്തിൽ ഒരു ലജ്ജയും തോന്നുന്നില്ല, കാരണം അത് ദൈവശക്തിയാകുന്നു, രക്ഷയിലേക്ക് നയിക്കുന്നു, അല്ലേ. അപ്പോൾ അതിവിടെ പറഞ്ഞ പോലെയാണ് സകല സൃഷ്ടിയോടും പൗലോസിന്, സൃഷ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യരോട്, സകല മനുഷ്യരോടും പൗലോസിന് എന്ത് തോന്നി? ഒരു കടം, ഒരു ബാധ്യത ഉള്ളതുപോലെ. ഞാൻ അറിയിച്ചേ മതിയാകൂ, അല്ലേ. സുവിശേഷം ഞാൻ അറിയിച്ചേ മതിയാകൂ. അങ്ങനെ ഒരു നിർബന്ധം, അല്ലേ. അതും പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ നിർബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിർബന്ധം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, അല്ലേ. ഈ മർക്കോസ് 16 നമ്മളെല്ലാവരും വായിക്കുമ്പോൾ ഓർക്കണം, ഇതാണ് കർത്താവ് വരച്ച് കാണിക്കുന്ന ഒരു ശിഷ്യൻ്റെ ചിത്രം. സുവിശേഷീകരണത്തിൽ ഒരു തീക്ഷ്ണതയുള്ളവൻ, അതിനുവേണ്ടി ഒരു ഭാരമുള്ളവൻ, അല്ലേ. അത് ചെയ്തില്ലെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കാതിരുന്നാൽ നമുക്ക് സന്തോഷമാണോ? ചിലർക്ക് വലിയ സന്തോഷമാണ്, കൊടുക്കാനൊന്നും വേണ്ട പോട്ടെ നോക്കാം, അല്ലേ. അത് പക്ഷേ അത് നല്ലൊരു വ്യക്തിയല്ല. നല്ല മനുഷ്യരൊക്കെ എങ്ങനെയാണ്? കൊടുത്ത് തീർക്കുന്നത് വരെ നമുക്ക്, അല്ലേ. നമ്മൾ ലോൺ അടച്ച് തീർക്കാതിരുന്ന എങ്ങനെയാണ്? ഭയങ്കര സന്തോഷമാണ്, അല്ലേ. ഒരു ദിവസവും ഉറങ്ങത്തില്ല, നമ്മൾ അടച്ച് തീർന്നിട്ടേ സമാധാനമായിട്ട് ഉറങ്ങത്തുള്ളൂ. അത് കൊടുത്തതിൻ്റെ അടുത്ത ദിവസം ചോദിച്ചാൽ മതി, അല്ലേ. എന്ന് പറഞ്ഞാൽ ലോൺ കിടക്കുന്ന പോലെയാണ്, അയ്യോ അടച്ച് തീർത്തില്ലല്ലോ. അങ്ങനെയാണ് ഈ വചനങ്ങളിലെല്ലാം വരച്ച് കാണിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം വേറെ മോഡലിലായി. നമുക്ക് സുവിശേഷം പറയാൻ ആരെങ്കിലും പറയുമ്പോഴാണ് ഉറക്കം പോകുന്നത്. നാളെ പറയണമല്ലോ, അല്ലേ. ഇനി എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്നാണ്. പറഞ്ഞില്ലേലാണ് ഭാരം, അല്ലോ. അപ്പോൾ ആ ബാധ്യത അനുഭവിക്കുന്നവരായിരിക്കണം. സകലരോടും ഞാൻ ഊന്നൽ നൽകുവാൻ ആഗ്രഹിക്കുന്ന വാക്കതാണ്, സകലരോടും. ഞാൻ യവനനോടും ബർബരനോടും ജ്ഞാനിയോടും ബുദ്ധിഹീനനോടും, അതായത് ഏത് തരത്തിലുള്ള ബംഗാളി ആയാലും മലയാളി ആയാലും പഠിച്ചവനായാലും പഠിക്കാത്തവനായാലും നഗരത്തിൽ താമസിക്കുന്നവനായാലും ഗ്രാമത്തിൽ താമസിക്കുന്നവനായാലും പുരുഷനായാലും സ്ത്രീ ആയാലും സഭയിൽ വരുന്നവനായാലും സഭയിൽ വരാത്തവനായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും എനിക്ക് ബാധ്യതയുണ്ടെന്നുള്ളൊരു എരിവ്, അല്ലേ. ഒരു വിവേചനമില്ലാത്തൊരു എരിവ്, അല്ലേ. അത് തോന്നുന്ന വ്യക്തിയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന മഹാനിയോഗത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്ന വ്യക്തി. അപ്പോൾ സുവിശേഷീകരണം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഫലവത്തായിട്ട് ചെയ്യണമെങ്കിൽ ഈ വാക്യങ്ങളിലൊക്കെ കാണിക്കുന്ന ആ സുവിശേഷീകരണത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയുടെ ഗുണം നമ്മളിൽ വേണം. അപ്പോൾ പ്രായോഗിക തലത്തിൽ ഇത് ചെയ്യ് അത് ചെയ്യ് ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ കുറേ ടെക്നിക്ക് പഠിപ്പിക്കൽ ഒരു ഗുണവും ചെയ്യത്തില്ല നമ്മൾ ഇങ്ങനത്തെ വ്യക്തികളല്ലെങ്കിൽ, അല്ലേ. പലപ്പോഴും ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം 1ാമത്തെ സ്റ്റെപ്പ്, പിന്നെ 2ാമത്തെ സ്റ്റെപ്പ് പഠിക്കലാണ്.
പക്ഷേ ഈ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കായിരിക്കും? ഇതുപോലുള്ള ഒരു വ്യക്തിക്കായിരിക്കും, അല്ലേ? പലപ്പോഴും നമ്മൾ ഈ ജിമ്മിൽ പോകുന്നവർക്കറിയാലോ, ജിമ്മിൽ പോകുമ്പോൾ അവിടെ ഒരുത്തനെല്ലാം കാണിച്ചു തരും, ഇതാ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു. അയാൾ പുഷ്പം പോലെ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴാണ് അയ്യോ നടു വളയുന്നില്ലല്ലോ, കാല് ഇതുപോലൊന്നും പൊങ്ങുന്നില്ലല്ലോ, അല്ലേ? അയാൾ കാണിച്ചപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ ചെയ്തു തരാമെന്ന് എന്ന് പറഞ്ഞ പോലെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2 ഒക്കെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ വ്യക്തിയെപ്പോലെ മെയ് വഴക്കമുള്ളവനല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ വചനത്തിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ അടുത്ത് വരണം, എങ്കിലേ സുവിശേഷീകരണം പ്രായോഗിക തലത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഫലവത്തായിട്ട് വരികയുള്ളൂ. നമുക്കിനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ കാതലായ വിഷയമാണ്. ലൂക്കോസിൽ 2 സുവിശേഷത്തിൽ നമ്മൾ എന്താ കണ്ടേ? പോകണം, അല്ലേ? നിങ്ങൾ ഭൂമിയിലെങ്ങും പോയി ശിഷ്യരാക്കുവാൻ പോകണം, അല്ലേ? എന്നാ പുറപ്പെട്ട് പോകണം എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 24-ാമത്തെ അധ്യായം 46 മുതൽ വായിക്കാം. താഴോട്ടുള്ളൊരു വാക്യമാണ് കാണിക്കുന്നത്. 46 മുതൽ വായിക്കാം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോടും പറഞ്ഞു. അപ്പോൾ ഇവിടെയും വിഷയം മഹാനിയോഗം തന്നെയാണ്. ഭൂമിയിലുള്ള സകല ജാതികളോടും എന്തു പറ്റും? ഈ പാപമോചനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സുവിശേഷം യേശുവിൻ്റെ നാമത്തിൽ പ്രസ്താവിക്കപ്പെടും, നിങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, നിങ്ങൾ ഒരു കാര്യം സംഭവിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഇത്രയും നേരം പോകണം എന്ന് പറഞ്ഞു, ഇപ്പോൾ പറയാം പോകണ്ടെന്ന്. ഒരു കാര്യം സംഭവിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. എന്താണ്? എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തം ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിച്ചിട്ടേ നഗരം വിട്ടു പോകാവുള്ളൂ എന്ന്. അപ്പോൾ 1-ാമത്തെ 2-ാമത്തെ സുവിശേഷം വായിച്ച് ഓടാൻ പോയവരോടാണ് പറയുന്നത്, നിങ്ങൾ ഓടാൻ വരട്ടെ, അല്ലേ? എന്ത് ചെയ്യണം? ഉയരത്തിൽ നിന്ന് ശക്തി എന്തിനെക്കുറിച്ചായി പറയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടേ പോകാവുള്ളൂ. വളരെ കാതലായ ഒരു സത്യമാണിത്, അല്ലേ? അല്ലാതെ മത്തായി 28 പറഞ്ഞിട്ടുണ്ട് പോകണം, മാർക്കോസ് 16 പറഞ്ഞിട്ടുണ്ട് സുവിശേഷീകരിക്കണം, എന്നാൽ പിന്നെ അങ്ങ് പോകാമെന്നല്ല. ആദ്യം ഒരു കാര്യം നോക്കണം. എന്താണ്? പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി പ്രാപിച്ചിട്ടുണ്ടോ, അല്ലേ? അപ്പോൾ ഇത് ചരിത്ര സംഭവമാണിത്. അപ്പോസ്തലന്മാർ ഇത് കേട്ട് അടുത്ത ദിവസം മുതൽ സഭ പണിയാൻ പോയില്ല. അവരെന്ത് ചെയ്തു? അവർ കാത്തിരുന്നു. അവർ പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് പിന്നെ ശുശ്രൂഷ തുടങ്ങി. അവിടെ ഒരു കാതലായ ഒരു ആത്മീയ സത്യമുണ്ട്. എന്താണ്? ആത്മനിറവോടെ ചെയ്യേണ്ട പ്രവൃത്തിയാണെന്ത്? ഈ മഹാനിയോഗത്തിലുള്ള എല്ലാ ഉത്തരവാദിത്വം. അത് സുവിശേഷീകരണമായാലും ശിഷ്യത്വ ശുശ്രൂഷയായാലും പ്രസംഗമായാലും ഉപദേശമായാലും സ്നാനമായാലും എന്തും തന്നെ ആയാലും എന്ത് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പോകരുത്. പോണ വഴി വേണം ഞാൻ തരാമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ചെയ്യരുത് മഹാനിയോഗം. ഇത് കടന്നു വന്നിട്ടേ നിങ്ങൾ ചെയ്യാവുള്ളൂ, അല്ലാതെ ഇത് ചെയ്യരുത്. എന്താണത്? പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എനിക്ക് ഈ സുവിശേഷീകരണം ചെയ്യുവാൻ ആത്മനിറവ് ഞാൻ പ്രാപിച്ചിട്ടുണ്ടോ? പലപ്പോഴും ആത്മനിറവിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്, അഭിഷേകത്തെക്കുറിച്ച് പറയാറുണ്ട്. സുവിശേഷീകരണമായിട്ട് ചേർത്ത് ചിന്തിക്കാറില്ല, അത്രയ്ക്കങ്ങ് ചിന്തിക്കാറില്ല, അല്ലേ? സുവിശേഷീകരണം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ആത്മാഭിഷേകമുണ്ട്, ആത്മനിറവുണ്ടെന്നുള്ളത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവം ഇതാണ്. ഞാൻ ആത്മനിറവൊക്കെ പ്രാപിക്കുന്നതിന് മുമ്പേ പലപ്പോഴും പോയി സുവിശേഷീകരണം ചെയ്യാൻ നോക്കി, അമ്പയെ പരാജയപ്പെട്ടു. വാ പോലും തുറക്കാൻ പറ്റിയില്ല. യേശു പോയിട്ട് പോലും വന്നില്ല. കാരണം അത്രയ്ക്ക് ഭയം. മാത്രമല്ല അങ്ങനെ സംസാരിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഞാൻ വളരെ ബാക്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന വ്യക്തിയാണ്. സംസാരിക്കുക ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേ കർത്താവിനോട് ബൈബിൾ പറഞ്ഞ് പോയേനെ. പ്രസംഗകനൊന്നും ആവാനേ ഉള്ള ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു, മിണ്ടാതെ ബാക്കിൽ ഇരിക്കുന്ന ആൾ. അപ്പോൾ ആ ശക്തിയിലേക്ക് പോയി ആളുകൾ കണ്ടിട്ടാന്ന് പറഞ്ഞ് തിരിച്ചിങ്ങ് വന്നു. ഒരാളോട് സുവിശേഷീകരണം പറയാൻ എനിക്ക് പറ്റത്തില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോൾ പ്രസംഗമൊക്കെ വരും. പക്ഷേ ഇത് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ മതിയായിരുന്നു, പോയിൻ്റൊക്കെ കറക്റ്റ് കിട്ടും. പക്ഷേ അവിടെ ചെല്ലുമ്പം മുട്ടിടിക്കും. അങ്ങനെ ഇരുന്നാണ് എനിക്ക് അഭിഷേകം ലഭിച്ചത്. അഭിഷേകം ലഭിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു വലിയ മാറ്റമാണ്. ഞാൻ സുവിശേഷീകരണത്തിൽ ഏർപ്പെട്ട് ഞാൻ പോയി ആദ്യം നമ്മുടെ തുറ പ്രദേശത്ത് ഒരിടത്ത് പോയി
പരസ്യ പ്രസ്താവന, പരസ്യയോഗം നടത്തി. എനിക്ക് ഒരു ഭയവും തോന്നിയില്ല, വിളിച്ചു പോയി പ്രസംഗിച്ച്. അത് വലിയ കത്തോലിക്ക കോട്ടയിലാണ് പോയി പ്രസംഗിച്ചത്. പിന്നീടാണ് എന്നോടൊരു സഹോദരൻ പറഞ്ഞു, അവിടെ ഒറ്റയ്ക്കൊന്നും പോകരുത്, അവർ ചിലപ്പോൾ വേണം വെച്ച് 2 വീക്ക് വെച്ച് തരും. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ഒരു പാസ്റ്റർ അതുപോലെ അവിടെ പോയിട്ട് പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ 2-3 ആൾക്കാർ വന്നു, മറ്റേ തുഴയുന്ന ടീമുകൾ വന്നിട്ട് അവരതൊക്കെ വെച്ചിട്ടുണ്ട്, പങ്കായൊക്കെ കൈ വെച്ചിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ മതി, ഇനി മാതാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ മാതാവിനെ കുറിച്ച് നീ പ്രസംഗിച്ചിട്ടേ ഇവിടുന്ന് പോകൂ. പിന്നെന്തായെന്നുള്ള കഥ എനിക്കറിഞ്ഞിട്ടോ. പുള്ളി എങ്ങനെയോ അവിടുന്ന് ഓടി, പിടിച്ച് വീക്കെന്ന് തോന്നുന്നു അവർ. അപ്പോൾ എന്നോട് പിന്നെ പറഞ്ഞു, അതൊക്കെ തുറയൊക്കെ പിന്നെ ഇവിടെ വല്ല മ്യൂസിയമൊക്കെ മതി ആദ്യം മീനോ. പക്ഷെ ഞാൻ പോയി, എനിക്ക് ധൈര്യം തന്നത് ദൈവമാണ്. കാരണം ഇത്രയും നാളും മിണ്ടാതിരുന്നതിൻ്റെ ആ പൊട്ടിത്തെറിയായിരുന്നത്. ഉള്ള പോയിൻ്റൊക്കെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതെല്ലാം വെച്ച് പ്രസംഗിച്ചാണ്. പക്ഷെ എനിക്കത് എപ്പോഴും മനസ്സിൽ വരുന്നൊരു കാര്യമാണ്, ഈ ആത്മനിറവുണ്ടെങ്കിൽ എന്തും നടക്കും. തുമ്പിയും കല്ലെടുക്കും ആത്മനിറവുണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മുടെ സുവിശേഷീകരണം ഫലവത്താവാത്തത്. സുവിശേഷീകരണം ചെയ്യാൻ ചിലപ്പോൾ ചിലർക്ക് ഈ പ്രശ്നമൊന്നും കാണത്തില്ല. അവർക്ക് ആരോടും എന്തും പറയാവുന്ന സ്വഭാവമായിരിക്കും. പൊതുവേ അവർ രക്ഷിക്കപ്പെട്ടില്ലേ പോലും അവർ ആരുടെ മുഖത്തും നോക്കി പറയുന്ന നല്ല തൻ്റേടിയായിരിക്കും. അപ്പോൾ അതിൻ്റെ പുറത്ത് വേണേൽ അവർക്ക് സുവിശേഷം പറയാനൊക്കെ പറ്റുമായിരിക്കും, രക്ഷിക്കപ്പെട്ടിരിക്കും. പക്ഷെ ഫലം വരത്തില്ല. ഇവിടെ നമ്മുടെ ചോദ്യം ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ള, ഫലവത്തായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ്, അല്ലേ? ഇപ്പോൾ എനിക്ക് തന്നെ പല സുഹൃത്തുക്കളും അമേരിക്കയിലൊക്കെ ഉള്ളവർ, അവർ പല ആഫ്രിക്കൻ രാജ്യത്തിലൊക്കെ മിഷണറിമാരാണ്. പക്ഷേ അവർ ആത്മാഭിഷേകത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ 30 വർഷം കൂടിയപ്പോൾ ഒരാളെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇന്ത്യയിലുള്ള ഒരു പുള്ളിയുടെ റിപ്പോർട്ട് കണ്ടു. ഭയങ്കര സന്തോഷിച്ച് അമേരിക്കയിലേക്ക് എഴുതി അയച്ച ന്യൂസ് ലെറ്റർ. 10 വർഷം കൊണ്ട് ഞങ്ങൾ 30 പേരെ ഒരു സഭയിലാക്കിയെന്ന്. ഞാൻ ചോദിച്ചു, 10 വർഷം കൊണ്ട് 30 പേരോ? ഇത്രയേ ഉള്ളോ? ഇത്രയും കിടന്ന് മുക്കിയിട്ട് 30 പേരെന്ന്. 30 പേരാണ് ഇത്രയും 10 വർഷം കൊണ്ട് നിങ്ങൾ നേടിയത്? വളരെ മോശമല്ലേ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്? 30 പേര് മോശമെന്നല്ല പറയുന്നത്. പക്ഷെ 10 വർഷം കൊണ്ട് ഈ പുള്ളി, ഇതിനാണ് പുള്ളി അമേരിക്കയിൽ പോയി പഠിച്ചത്. എന്തിന്? ഇവിടുത്തെ നമ്മുടെ ഗ്രാമീണ പാസ്റ്റർമാരൊക്കെ ഓരോ വർഷം നേടും ഒരു 100 പേരെ സഭയിലൊക്കെ, അല്ലെ അവരുടെ സ്വാധീന വലയം തന്നെ ഒരു 100 പേരെ പുതിയത് അവർ ഓരോ വർഷവും കണ്ടുപിടിക്കും. എല്ലാവരും സഭയെ വരണമെന്നില്ല, അവരൊക്കെ ഓരോ സഭകളിലായിരിക്കും. ഇവർ 30 പേരെ കണ്ടുപിടിച്ചുള്ളൂ. അപ്പോൾ എന്താ കുഴപ്പം? അവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നതിലൊന്നും തെറ്റില്ല, ആത്മാവിൻ്റെ ശക്തിയില്ല. അതാണ് ആത്മനിറവില്ലാത്തവർ ചെയ്ത ഫലം കാണത്തില്ല. ഫലം വല്ലപ്പോഴും വരും. എൻ്റെ വീട്ടിലൊരു മാവുണ്ട്, 3 വർഷം കൂടുമ്പോൾ പൂ കായ്ക്കും. അത്രേ ഉള്ളൂ. എന്തോ മറ്റേ നീലക്കുറിഞ്ഞി പൂത്തു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാശിനും കൊള്ളാത്തൊരു മാവ് വെട്ടാൻ വെച്ചിരിക്കുക. കാരണം എന്ന് വെച്ചാൽ എല്ലാ വർഷവും മാങ്ങ വരണ്ടേ, ഇതെന്തോന്ന് തോന്നുമ്പോഴൊക്കെ വരുമെന്ന്. അതും പൂവേ ഉള്ളൂ, പൂ മാങ്ങയാവത്തില്ല. എന്തിനീ സാധനം? കുറേ ചവറ് തരും നമുക്ക് തൂക്കാൻ, അതിൻ്റെ ഇലയെല്ലാം പൊഴിച്ചിടും എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സുവിശേഷീകരണമൊക്കെ ചെയ്യാം, പക്ഷെ ആരും രക്ഷിക്കപ്പെടത്തില്ല, അല്ലേ? എന്താ പ്രശ്നം? കർത്താവ് പറഞ്ഞ വ്യവസ്ഥ ഇതാണ്, നിങ്ങൾ ആത്മനിറവോടെ പോവുള്ളില്ലേ, അമ്പേ പരാജയപ്പെട്ടു പോകും. നമ്മുടെയൊക്കെ ഒരു ചോദ്യമായിരിക്കണം, എനിക്ക് ആത്മനിറവുണ്ടോ? അപ്പോൾ ആത്മനിറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആത്മാഭിഷേകം ലഭിച്ചോ എന്നല്ല. അങ്ങനെ ചോദിക്കേണ്ടവരും ചോദിക്കുക, ആത്മാഭിഷേകം ലഭിച്ചിട്ടില്ലാത്തവരാരാന്നൊന്നും എനിക്കറിയണോ? അങ്ങനെയുള്ളവരും അത് ചോദിക്കണം. രണ്ടാമത്, അഭിഷേകമൊക്കെ ലഭിച്ചു, നിറവുണ്ടോ? ഇത് രണ്ടും രണ്ടാ. ഒന്ന് ആദ്യം ലഭിക്കുക, ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുക. ഇത് എന്നും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, ആത്മനിറവോടെ നടക്കുക, അല്ലേ? എഫീഷ്യൻ ലേഖനം 5:17 കൽപ്പനയാണ് ആത്മനിറവിൽ നമ്മൾ നടക്കണം. എന്നും നിറഞ്ഞു നടക്കേണ്ടവരാണ് നമ്മൾ. നിറവിന് എന്തെങ്കിലും കോട്ടം തെറ്റുമ്പോൾ, അത് നമ്മുടെ സംസാരം കൊണ്ടോ ചിന്ത കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ചിലപ്പോൾ കോട്ടമൊക്കെ തട്ടും പാപത്തിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ട പ്രതിവിധി എന്താണ്? മാനസാന്തരപ്പെട്ട് ദൈവമായിട്ട് വീണ്ടും അടുത്ത് പിന്നെയും നിറവിലേക്ക് എത്തണം, അല്ലേ? ആരെങ്കിലും കാറ് വാങ്ങിച്ചാൽ അന്ന് പെട്രോൾ അടിച്ചു, പിന്നെ ഒരിക്കലും പെട്രോൾ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരെ നമ്മളെന്തോ പറയും? പിന്നെ ഒരു ദിവസം ഓടിച്ചിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ 1976 എനിക്ക് അഭിഷേകം ലഭിച്ചു, പിന്നെ ഒരു ദിവസവും നിറവില്ല. അപ്പോൾ അന്നങ്ങാണ്ട് തീർന്നു വണ്ടി ഓടിക്കൽ, അന്നത്തോടെ തീർന്നു ആത്മാവിനോടെ നടപ്പ്, അല്ലേ? നമ്മളെന്താ ചെയ്യുന്നത്? അപ്പം തന്നെ പോയി പെട്രോൾ അടിക്കും, കുറഞ്ഞു അപ്പം തന്നെ മറ്റേ കാണുമല്ലോ സാധനം, ഫ്യുവൽ ഗേജ് എന്ന് പറഞ്ഞ പോലെ. ഇന്ന് അവിടെ പോയി സംസാരിച്ച് ശരിയായില്ല, കുറഞ്ഞു, ദൈവത്തിൻ്റെ അടുത്ത് പോവുക, പ്രാർത്ഥിക്കുക, അല്ലേ? ആത്മനിറവിൽ നടക്കണം, എങ്കിലേ സുവിശേഷീകരണം നടക്കുകയുള്ളൂ, അല്ലേ? നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ ആത്മാഭിഷേകം പ്രാപിച്ച സംഭവങ്ങളാണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് പഠിക്കാം എപ്പോഴൊക്കെയാണ് ആത്മനിറവ് സംഭവിച്ചതെന്നുള്ളത്. ഓടിച്ച് ഞാൻ പറയാം, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഇത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2 അപ്പോസ്തല പ്രവൃത്തികൾ 4 ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അഭിഷേകം വന്നത്, അല്ലേ? 2 അഭിഷേകം വരുവാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, അല്ലേ? ഒരു 10 ദിവസമായിട്ട് പ്രാർത്ഥനയാണ്.
4-ാം അധ്യായത്തിൽ പീഡ വന്നിട്ട് അവർ പോയി പ്രാർത്ഥിച്ചപ്പം മുറി കുലുങ്ങി, എല്ലാവരും ആത്മനിറവിലായെന്നാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് അവർ വചനം പ്രസ്താവിക്കാൻ ധൈര്യത്തോടെ പുറത്തിറങ്ങിപ്പോയി, അല്ലേ? അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫ്യൂവൽ ഗേജ് പെട്രോൾ അടിയാണത്. അപ്പോൾ ആത്മനിറവ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പോകണം. അപ്പോൾ ആത്മനിറവ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എനിക്ക് ആത്മാവിൻ്റെ നിറവ് ഒരല്പം കുറവാണ്, ഇച്ചിരി ഒരു കോട്ടൺ തട്ടിയിട്ടുണ്ട്, ഇച്ചിരി കമ്മിയാണെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പോകണം. പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വ്യാപാരം സംഭവിക്കുന്നത്. അല്ലേ? അനുഭവമുള്ളവർക്കൊക്കെ അറിയാം. ചില മീറ്റിങ്ങിനൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കായിരുന്നു, അല്ലെ ആ പാസ്റ്ററായിട്ട് പ്രാർത്ഥിക്കായിരുന്നു, ഈ സഹോദരൻ അല്ലെ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കായിരുന്നപ്പോൾ സാധാരണ പ്രാർത്ഥനയല്ലേ, എന്തൊക്കെയോ പകരപ്പെട്ടു. ഒരു ശക്തി, ഒരു ഉത്തേജനം, അല്ലേ? ഒരു ഉത്സാഹം, ഒരു ഉന്മേഷം, ഒരു ഊർജ്ജസ്വലതയൊക്കെ പെട്ടെന്ന് പൊങ്ങി വന്നു, അല്ലേ? തളർന്നിരുന്നപ്പോൾ പോയി പ്രാർത്ഥിച്ചു, വാ ഭൂമി ഉരുക്കാനുള്ള അത്രയും ശക്തി. അത് അപ്പോസ്തല പ്രവൃത്തി 4 സംഭവിച്ചത് അങ്ങനെ, അല്ലേ? അവർ പേടിച്ച് വീട്ടിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു, ഭൂമി കുലുങ്ങി, അവർ പുറത്തിറങ്ങിപ്പോയി വളരെ ധൈര്യത്തോടെ അവർ പിന്നെയും പ്രസ്താവിച്ചു. അപ്പോൾ കണ്ടോ, ധൈര്യം ചോർന്നു പോകുമ്പോഴും ശക്തി ചോർന്നു പോകുമ്പോഴും എന്തെങ്കിലും പ്രാർത്ഥിക്കണം. അപ്പോൾ ആത്മനിറവ് സംഭവിക്കും, അല്ലേ? പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കൊർന്നേല്യോസിൻ്റെ ഭവനക്കാർക്ക് ആത്മാഭിഷേകം ലഭിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഒരു പ്രസംഗം, ഇപ്പോൾ ഇങ്ങനെ നിങ്ങളെപ്പോലെ പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ഈ പ്രസംഗത്തിലൂടെ വചനം അകത്ത് ക്രിയ ചെയ്ത് പരിശുദ്ധാത്മ ശക്തി അകത്ത് വരാം. അതായത് നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും. അത് വചനമൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രസംഗത്തിൽ തന്നെ സംഭവിക്കും, അല്ലാതെ പിന്നെ പോയി ഇരുന്ന് പ്രവർത്തിക്കുകയൊന്നും വേണ്ട, അല്ലേ? പ്രസംഗം തീർക്കാൻ പോലും പറ്റിയില്ല പത്രോസിന്, അല്ലേ? പിന്നെ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, പോയിൻ്റൊക്കെ പോയി, അല്ലേ? അപ്പോൾ പെട്ടെന്ന് പ്രസംഗം തീർക്കണേ എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ആത്മനിറവ് ഉണർവും വന്ന് പ്രസംഗകൻ അവിടെ മിണ്ടാതാവും, അല്ലേ? 2-ാം പോയിന്റിൽ തീർന്നു ഇനി പ്രസംഗം, അല്ലേ? അപ്പോൾ പ്രസംഗമൊക്കെ നീണ്ടുപോകുന്നത് ആരുടെ കുഴപ്പമാണ്? അത് ശരിയല്ല. അപ്പോൾ നമ്മൾ പ്രസംഗം കേൾക്കുമ്പോഴും വചനത്തിലൂടെ സംഭവിക്കാം, അല്ലേ? ചിലപ്പോൾ നമ്മൾ തളർന്ന് വീട്ടിലിരിക്കും, നമുക്ക് സങ്കടം വന്നിരിക്കുകയായിരിക്കും, നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രയാസം വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ വചനം കേൾക്കുമ്പോഴായിരിക്കും ദൈവം ഒരു ശക്തി പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരി, അല്ലേ, റോണിയ സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞല്ലോ. അന്ന് ആ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഒരു സഹോദരിയുടെ വീഡിയോ കണ്ടു. അപ്പോൾ ഉള്ളിൽ കർത്താവ് പ്രവർത്തിച്ച് അവർ ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് അത് വലിയൊരു വഴിത്തിരിവായി അവരുടെ ജീവിതത്തിൽ, അല്ലേ? വളരെ അത്ഭുതകരമായ ഒരു നല്ല സാക്ഷ്യം. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ആ സാക്ഷ്യം കേട്ടപ്പോൾ. ദൈവം പ്രവർത്തിച്ച് അത് വചനത്തിലൂടെ ആയിരുന്നു. ആ സഹോദരി സംസാരിച്ചത് കേട്ട് പിന്നെ ഇവർ പ്രാർത്ഥിച്ചു, അല്ലേ? അതുകൊണ്ട് വചനത്തിലൂടെ ആത്മനിറവ് കടന്നു വരും. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 8 എടുത്താലും, ശമരിയക്കാരുടെ കാര്യമായാലും 19 എടുത്താലും, യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ കാര്യത്തിൽ അവിടെ അഭിഷക്തന്മാർ തലേ കൈ വെച്ചപ്പോൾ, അല്ലേ? ശമരിയയിലെ യോഹന്നാനെയും പത്രോസിനെയും അയച്ച് അവർ പോയി തലേ കൈ വെച്ചപ്പം അവർക്ക് ആത്മാഭിഷേകം ലഭിച്ചു. പിന്നീട് 19 പൗലോസ് പോയി യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയിട്ട് തലേ കൈ വെച്ചപ്പം ആത്മാഭിഷേകം. അതും സംഭവിക്കാം. നല്ല ആത്മനിറവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വ്യാപാരം സംഭവിക്കാം, അല്ലേ? അപ്പോൾ ഈ 3 രീതിയിലാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത് ആളുകൾ ആത്മനിറവ് പ്രാപിച്ചത്. എന്തൊക്കെയാണ്? പ്രാർത്ഥന, ദൈവ വചനം കേട്ടപ്പോൾ, പിന്നെ അഭിഷക്തന്മാർ അവർക്ക് വേണ്ടി തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചത്, അല്ലേ? അപ്പോൾ ഈ രീതിയിലെല്ലാം നമ്മളും ആത്മനിറവ് പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലായിരിക്കണം. എപ്പോഴും ആത്മനിറവിൽ നടക്കുന്നവരായിരിക്കണം. പിന്നെ ഇതിനോട് ചേർന്ന് പറയട്ടെ, അഭിഷേകം ലഭിച്ചവർ, പ്രത്യേകിച്ച് അന്യഭാഷ വരം ലഭിച്ചവർ, 1 കൊരിന്ത്യർ 14 പറയുന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ തന്നെത്താൻ ആത്മീക വർധന വരുത്തുന്നു. അത് തന്നെ ഇത് ഈ ആത്മീക വർധനവും നിറവും ഒക്കെ ഒന്ന് തന്നെ, അല്ലേ? അപ്പോൾ ഈ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ഈ ആത്മനിറവ് കാത്തു സൂക്ഷിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ അന്യഭാഷ വരമൊക്കെ ഉള്ളവർ എപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. എന്തിനാണ്? ചുമ്മാ ഒരു സന്തോഷം കിട്ടാനല്ല, ആത്മനിറവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഇനി ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് ചേർന്ന് ചിന്തിക്കണം. എന്തിനാണ് ഈ ആത്മനിറവൊക്കെ? സുവിശേഷീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇറങ്ങരുതെന്നാണ് പറഞ്ഞത്. ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സുവിശേഷീകരണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ മഹാനിയോഗവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വത്തിനും, സഭ രാവിലെ പാട്ട് പാടാൻ പോകുന്നു, ആത്മനിറവോടെ വരാൻ പാടുള്ളൂ, അല്ലേ? ആത്മനിറവോടെ വന്ന് പാടുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ പാട്ടൊക്കെ തെറ്റിപ്പോവും, എന്നാലും ദൈവസാന്നിധ്യം കാണും, അല്ലേ? ദൈവസാന്നിധ്യം പേറി വേണം നമ്മളെല്ലാ ശുശ്രൂഷയും ചെയ്യുവാൻ, അല്ലേ? അതേത് ശുശ്രൂഷയാണേലും വളരെ കാതലായ ഒരു സത്യമാണ്. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിട്ടേ നിങ്ങൾ മഹാനിയോഗത്തിൻ്റെ ഏത് ശുശ്രൂഷയും സുവിശേഷീകരണമെങ്കിൽ അതിനും
ഇറങ്ങിത്തിരിക്കാവുള്ളൂ. അപ്പോഴാണ് ഈ സുവിശേഷീകരണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ഫലപ്രാപ്തിയൊക്കെ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം കൂടെ ഒന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21 അറിയാമല്ലോ, പത്രോസിനെ പുനഃസ്ഥാപിക്കുന്ന അധ്യായമാണ്. അതെല്ലാം കഴിഞ്ഞേച്ച് കർത്താവിൻ്റെ അവസാനത്തെ വാക്കുകൾ അതിൻ്റെ 20 മുതൽ വായിക്കാം. അപ്പോൾ കർത്താവ് തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയത്, പത്രോസ് നീ ഇപ്പോഴെന്നെ തള്ളിപ്പറഞ്ഞു, പക്ഷെ ഭാവിയിൽ നീ മരണത്തിലൂടെ എന്നെ മഹത്വീകരിക്കും. കർത്താവിന് അതും അറിയാം. പത്രോസ് കഴിഞ്ഞ ദിവസം തള്ളിപ്പറഞ്ഞവനാന്ന് മാത്രമല്ല, പത്രോസിൻ്റെ പഴയകാല പരാജയം മാത്രമല്ല, ഇനി ഭാവികാല അനുസരണവും കർത്താവിനറിയാം. അതാണ് ഈ കർത്താവിൻ്റെ ഒരു ഗുണം. നിങ്ങൾ മിനിഞ്ഞാന്ന് ചെയ്ത പാപം മാത്രമല്ല, നിങ്ങൾ മറ്റന്നാൾ ചെയ്യുന്ന അനുസരണവും കർത്താവിനറിയാം, അല്ലേ? നിങ്ങളെങ്ങനെ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുമെന്നും കർത്താവിനറിയാം. അങ്ങനെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് തൊട്ടുടനെ നമ്മളെപ്പോലെ, അപ്പം ഈ ബ്രദറോ, ഇതാണ് പത്രോസിൻ്റെ ചോദ്യം. അപ്പോൾ ഇവനോ, അല്ലേ? പത്രോസ് പറഞ്ഞു, കർത്താവ് ഇവനിപ്പോൾ എങ്ങനെ, അല്ലേ? അതായത് യോഹന്നാനെ കുറിച്ച്, അല്ലേ? കർത്താവ് ഇവൻ എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. അപ്പോൾ 22 വാക്യം, യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമെങ്കിൽ അത് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു, അല്ലേ? അതായത് മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നാണ് തത്വത്തിൽ പറഞ്ഞത്. നീ അപ്പുറത്തും ഒന്നും നോക്കണ്ട, നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഇത് വളരെ കാതലായ ഒരു വിഷയമാണ്. നമ്മൾ കണ്ടു, മഹാനിയോഗത്തിന് വേണ്ടി ജീവിക്കണം, എല്ലാവരെയും സുവിശേഷീകരിക്കാനുള്ളൊരു ബാധ്യത, ഒരു കടം നമ്മുടെ ഉള്ളിൽ വേണം. പരിശുദ്ധാത്മ നിറവിലേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇതിനെല്ലാം മുൻപേ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, നീ ആദ്യം നിന്നെ തന്നെ യേശുവിനെ അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പലരും ഉണ്ട്, ശുശ്രൂഷയിലൊക്കെ ഭയങ്കര സൂപ്പർ സ്റ്റാറാണ്, വ്യക്തിപരമായി ഒരു നടപ്പുമില്ല. അപ്പോൾ എവിടെ തുടങ്ങണം ഇത്? അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ആദ്യം യോഹന്നാൻ 21 തുടങ്ങേണ്ടിയിരുന്നത്, പിന്നെ വേണം മത്തായി പോകാൻ. നമ്മൾ ആദ്യം മത്തായി 28 തുടങ്ങി, കുഴപ്പമില്ല. എവിടെ തുടങ്ങണം? യുവർ പേഴ്സണൽ വാക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ നടപ്പിൽ തുടങ്ങണം, അല്ലേ? എങ്കിലേ ഭാവിയിൽ മരിച്ചൊക്കെ കർത്താവിനെ ചിലപ്പം മാറ്റീകരിക്കത്തുള്ളൂ, അല്ലേ? അവിടം വരെ എത്തണമെങ്കിൽ എന്ത് വേണം? വ്യക്തിപരമായ നടപ്പ് വേണം. അപ്പോൾ ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച് അവരെ അനുസരിപ്പിക്കാൻ നടക്കുകയാണ്, പക്ഷെ ഞാനൊന്നും അനുസരിക്കാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? പൗലോസ് 1 കൊരിന്ത്യർ 9 അവസാനമാണെന്ന് തോന്നുന്നു, അല്ലേ പറയുന്നത്, ഞാൻ മറ്റുള്ളവരോടൊക്കെ പ്രസംഗിച്ചിട്ട് ഞാൻ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ ഖണ്ഡനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഐ പണിഷ് മൈ ബോഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ തോന്നിവാസത്തിനൊത്തവണ്ണമൊന്നും ഞാൻ നിന്നു കൊടുക്കത്തില്ല. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പ്രസംഗിച്ച കാര്യം ഞാൻ തന്നെ അനുസരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരീരത്തെ അനുവദിച്ചു കൊടുക്കുകയില്ല, കേട്ടോ? അപ്പോൾ ആ പ്രസംഗകനറിയാം ഞാൻ വ്യക്തിപരമായി അനുഗമിക്കണം, അല്ലേ? അപ്പോസ്തല പ്രവർത്തികൾ 20 എഫെസോസിലെ മൂപ്പന്മാരോടും ഇതേ കാര്യം തന്നെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പിന്നെ നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുക, അല്ലേ? പിന്നെ തിമോത്തിയോസിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്, നിന്നെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക, പിന്നെ നിൻ്റെ ഉപദേശം. ടേക്ക് ഹീഡ് ടു യുവർ സെൽഫ് ദെൻ യുവർ ഡോക്ടർ, അല്ലേ? ആദ്യം ഞാൻ, എൻ്റെ നടപ്പ് എങ്ങനെ ഇരിക്കുന്നു, പിന്നെ എൻ്റെ ശുശ്രൂഷ. നടപ്പാണ് ആദ്യം, പിന്നീടാണ് ശുശ്രൂഷ, അല്ലേ? അപ്പോൾ ഇത്രയാണ് 4 സുവിശേഷങ്ങളിലെയും കർത്താവിൻ്റെ അവസാന വാക്കുകൾ ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ എങ്ങനെ ഇരിക്കും? ചേർത്ത് വായിക്കുമ്പം യോഹന്നാൻ, മലയാളത്തിൽ പറയുമ്പോൾ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ മലയാളത്തിൽ പറയുമ്പം യോഹന്നാൻ 21 അങ്ങോട്ട് ബാക്കിലോട്ട് പറയണം. എങ്ങനെയാണ്? വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ അനുസരിച്ച് നടന്നുകൊണ്ട് പരിശുദ്ധാത്മ നിറവിൽ സകലരോടും സുവിശേഷം അറിയിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കാൻ വേണ്ടി നടക്കുന്നവനാണ് നിയോഗത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് 4 നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു സന്ദേശമുണ്ട്, അല്ലേ? ഇങ്ങനെയുള്ളവരോട് കൂടെ കർത്താവുണ്ട്, അല്ലേ? അപ്പോൾ വ്യക്തിപരമായി നടക്കണം, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിരിക്കണം, സകല വ്യക്തികളോടും സുവിശേഷം പറയാനുള്ളൊരു ബാധ്യത ഉള്ളിൽ അറിയുന്ന ഒരു ഭാരമുള്ളൊരു വ്യക്തിയായിരിക്കണം. ഉദ്ദേശം ശിഷ്യത്വം. എന്താണ് ശിഷ്യത്വം? എല്ലാവരും കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ പരിശീലനം ലഭിക്കുന്നവരായിരിക്കണം. അത് സഭയുടെ പശ്ചാത്തലത്തിലായിരിക്കണം, അല്ലേ? ഈ ഒരു വ്യക്തിയാണോ നമ്മൾ? ഈ പറഞ്ഞത് നിങ്ങളെക്കുറിച്ചാണോ? എൻ്റെ ജീവിതമാണ് ഇപ്പോൾ വിവരിച്ചതെന്ന് പറയാൻ പറ്റുമോ? സ്വന്തമായിട്ട് കർത്താവിന് വേണ്ടി ജീവിതം അർപ്പിച്ച് നടക്കുന്നവൻ, അനുഗമിക്കുന്നവൻ, അല്ലേ?
പരിശുദ്ധാത്മ നിറവിലെപ്പോഴും നടക്കുന്നവൻ, എല്ലാ വ്യക്തികളോടും സുവിശേഷം പറയാൻ വ്യഗ്രതയുള്ളവൻ. എന്നിട്ട് അന്ത്യം എന്തുവാ? ഇവരെല്ലാം ഒരു കൂട്ടായ്മ ബന്ധത്തിൽ, ആ ഒരു സഭയുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ പരിശീലിപ്പിക്കുക. അല്ലേ? ഇതായിരിക്കണം നമ്മുടെ നിയോഗം, നമ്മുടെ ഉദ്ദേശം. ഇങ്ങനെയുള്ള വ്യക്തികൾ സുവിശേഷീകരണത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ ഫലം കാണും, ഉറപ്പായ കാര്യമാണ്. അതാണ് നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സഭാചരിത്രം, അപ്പോസ്തല പ്രവൃത്തികൾ. അല്ലേ? അപ്പോൾ അതിൽ പൗലോസ് എടുത്തോ, പത്രോസ് എടുത്തോ, ആദിമസഭ മൊത്തം എടുത്തോ, ഈ പറഞ്ഞ 4 കാര്യവും കാണും. ഒരു വ്യക്തിപരമായി അനുഗമിച്ചു. പരിശുദ്ധാത്മ നിറവുണ്ടായിരുന്നോ, അതിലേ അവർ ശുശ്രൂഷിച്ചുള്ളൂ. എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. അയ്യോ, നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇൻഡിസ്ക്രിമിനേറ്റ് സോയിങ്, ഒരു വിവേചനവും ഇല്ലാത്ത വിത്തുപാകൽ. നമ്മൾ വിത്ത് പാകുമ്പോൾ എങ്ങനെ? കണ്ടിടത്തൊക്കെ വിത്ത് പാകുമോ? വരമ്പിൽ വിത്ത് പാകുമോ? പക്ഷിയുടെ കൂട്ടിക്കൊണ്ട് വിത്ത് പാകുമോ? ഇല്ല. നമ്മൾ നിലമൊക്കെ ഒരുക്കിയിട്ട് അവിടെ മാത്രമേ ഉള്ളൂ. ഇവരങ്ങനെയല്ല, കണ്ടിടത്തെല്ലാം വിത്ത് പാകുകയാണ്. എവിടെ ആ പൊട്ടി മുളയ്ക്കെന്ന് അറിഞ്ഞൂടെ, അങ്ങ് വിത്ത് പാകി പോവുക. അല്ലേ? എല്ലാവരോടും സുവിശേഷം പറയാൻ ബാധ്യത. അല്ലേ? പിന്നെ ശിഷ്യത്വ ശുശ്രൂഷ, സഭയാണ് അവർ പണിഞ്ഞത്. അല്ലാതെ ഒരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങാമെന്നല്ല പറഞ്ഞത്, ഒരു സെമിനാരി തുടങ്ങാമെന്നല്ല പറഞ്ഞത്, ഒരു ഓൺലൈൻ മിനിസ്ട്രി തുടങ്ങാമെന്നല്ല പറഞ്ഞത്. നിങ്ങളെ എല്ലാവരും കൂട്ടി ഒരു സഭാ കുടുംബം. ഈ 4 കാര്യവും അപ്പോസ്തലന്മാർ ചെയ്തു. അവരുടെ ശുശ്രൂഷയിൽ അതിൻ്റെ നിറവുണ്ടായിരുന്നു, ഫലമുണ്ടായിരുന്നു. അല്ലേ? ഫലവത്തായ സുവിശേഷീകരണം. ഫലവത്തായ സുവിശേഷീകരണത്തിന് ഈ 4 നമ്മുടെ ജീവിതത്തിൽ കാണണം. വ്യക്തിപരമായ നടപ്പ്, പരിശുദ്ധാത്മ നിറവ്, എല്ലാവരോടും സുവിശേഷം പറയാനുള്ളൊരു ഭാരം, പിന്നെ സഭാ കൂട്ടായ്മയുടെ ബന്ധത്തിൽ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ പരിശീലനം കൊടുക്കുക, പ്രാപിക്കുക എന്നുള്ളൊരു ത്വര. അല്ലേ? അപ്പം ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആർക്ക് വേണേലും ഇതിന് പ്രതികരിച്ച് പ്രാർത്ഥിച്ച് പിന്നീട് നമുക്ക് അകലെ നയിക്കുന്ന പോലെ യോഗം മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ സുവിശേഷീകരണം എന്ന് പറയുന്ന ഈ ഒരു പ്രായോഗിക പരിശീലനത്തിൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെല്ലാം ആരെങ്കിലും ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ കണ്ടുപിടിച്ചിട്ട് കുറച്ച് കാര്യം അന്യോന്യം സംസാരിക്കണമല്ലേ? അതിന്നും ഉണ്ട്. ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കണം. ഈ വിഷയത്തിൽ എനിക്ക് വളരണം, എനിക്ക് കുറവുണ്ട്. അത് ആ വ്യക്തിയോട് മാത്രം പറഞ്ഞാൽ മതി. പറയാൻ താല്പര്യമുള്ള ആരെങ്കിലും പിടിച്ചാൽ മതി. എന്നിട്ട് അന്യോന്യം നിങ്ങളൊന്ന് സഹായിക്കണം. ഒരു അക്കൗണ്ടബിലിറ്റി വേണം ഈ വിഷയത്തിൽ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അല്ലേ? ഇപ്പോൾ ഇവിടെ തന്നെ വായിച്ചല്ലോ, സഭാബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ശിഷ്യത്വം ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നത്. ഇത് കുറേ വചനം കേട്ടാൽ മാത്രം പോരാ, നമ്മൾ അന്യോന്യം സഹായിക്കണം, പരിശീലിപ്പിക്കണം. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളെല്ലാം, അതിപ്പോൾ ഈ യോഗത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെയ്യണമെന്നില്ല, യോഗം കഴിഞ്ഞായാലും ചെയ്യാം. പക്ഷെ ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് ഈ പറഞ്ഞ 4 വിഷയങ്ങളിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ പ്രയാസമോ ബുദ്ധിമുട്ടോ വെല്ലുവിളിയോ ഒരാളോടെങ്കിലും ഒന്ന് പങ്കുവെച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആ കേൾക്കുന്ന ആൾ അന്യോന്യം ഒന്ന് ഫോൺ വിളിക്കുകയും വല്ലപ്പോഴൊക്കെ ഒന്ന് അന്വേഷിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയും തുടർന്നും പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ വിഷയത്തിൽ ഞാൻ കൂടെ ഉണ്ട് എന്നൊന്ന് അന്യോന്യം സഹായിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.